2023 ഏപ്രിൽ മുതൽ നമ്മൾ 1 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ 800 മില്ലി പെട്രോളും 200 മില്ലി മദ്യവുമാണ്. അതെ, മദ്യം തന്നെ, എഥനോൾ. 20% എഥനോൾ കലർത്തിയ പെട്രോളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരാണ് E20 പെട്രോൾ. E20 പെട്രോൾ അടിക്കുന്നത് കൊണ്ട് നമ്മുടെ വാഹനങ്ങൾക്ക് അനവധി കംപ്ലൈന്റുകൾ ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കംപ്ലൈന്റുകളെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ഈ കംപ്ലൈന്റുകൾ വരാതെ എങ്ങനെ നമുക്ക് നോക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. E20 പെട്രോളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാതെ നിങ്ങളുടെ പെട്രോൾ വാഹനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് E20 പെട്രോൾ ഉണ്ടാക്കുന്നതെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. എഥനോൾ ഉണ്ടാക്കുന്നത് കരിമ്പിൽ നിന്നാണ് പ്രധാനമായിട്ടും. കരിമ്പിന്റെ ജ്യൂസ്, നമ്മൾ കുടിക്കുന്ന കരിമ്പ് ജ്യൂസ് ഇല്ലേ, അതിൽ നിന്ന് എഥനോൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് വാറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വാറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ കമ്പനികളിൽ വലിയ രീതിയിൽ വാറ്റ് നടത്തിയിട്ട് തന്നെയാണ് ഈ എഥനോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. ഈ എഥനോളാണ് നമ്മൾ പെട്രോളിൽ ചേർക്കുന്നത്. ചെറിയ രീതിയിൽ ചരിത്രം കൂടി ഒന്ന് മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് ഈ വാഹനത്തിന്റെ കേടുപാടുകളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. 2009 മുതൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന എല്ലാ വാഹനങ്ങളും E10% എഥനോൾ ഫ്യൂവൽ അടിക്കാൻ തയ്യാറാകുന്ന രീതിയിലുള്ള വണ്ടികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ വാഹന നിർമ്മാതാക്കൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഏകദേശം 2009 തുടങ്ങി 2012 കൂടി നിർമ്മിച്ചിട്ടുള്ള എല്ലാ പെട്രോൾ വാഹനങ്ങളും 10% എഥനോൾ ഉപയോഗിക്കാൻ പര്യാപ്തമായിട്ടുള്ള വാഹനങ്ങളാണ്. ആ വാഹനങ്ങൾ 2022 വരെ നിർമ്മാണം തുടർന്നു. 2022 എത്തിയപ്പോഴാണ് ഇന്ത്യയിൽ 10% എഥനോൾ കലർത്തിയിട്ടുള്ള പെട്രോൾ പൂർണ്ണമായിട്ട് വിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ 2022 കഴിഞ്ഞ് 2023 ഏപ്രിൽ ആയപ്പോഴേക്കും അടുത്ത നിർദ്ദേശം നൽകി 20% എഥനോൾ കലർത്തിയിട്ടുള്ള E20 പെട്രോൾ ഉപയോഗിക്കുന്നതിന് അനുയോജ്യമായ വാഹനങ്ങൾ നിർമ്മിക്കാനായിട്ട് വാഹന കമ്പനികൾക്ക് ഗവൺമെന്റ് നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ 2023 ഏപ്രിലിന് ശേഷം ഇന്ത്യയിൽ പുറത്തിറങ്ങിയിട്ടുള്ള എല്ലാ പെട്രോൾ വാഹനങ്ങളും E20 ഫ്യൂവൽ അടിക്കുന്നതിനായി, അല്ലെങ്കിൽ E20 ഫ്യൂവൽ ഉപയോഗിക്കുന്നതിനായിട്ട് പര്യാപ്തമായിട്ടുള്ള വാഹനങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എഥനോൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെ പ്രതിരോധിക്കാമെന്നും നോക്കാം. എഥനോൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, അതായത് E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്നാമത്തത് മൈലേജ് കുറയുമെന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, പെട്രോളിനെ അപേക്ഷിച്ച് എഥനോളിന് 34% എനർജി ഡെൻസിറ്റി കുറവാണ്. എനർജി ഡെൻസിറ്റി കുറഞ്ഞ ഫ്യൂവലാണ് എഥനോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ 20% എഥനോൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തായിരിക്കും, 1 ലിറ്റർ പെട്രോൾ നമ്മൾ അടിക്കുന്ന സമയത്ത് എനർജി ഡെൻസിറ്റി 34% കുറവുള്ള എഥനോൾ 20% ഉപയോഗിക്കുമ്പോൾ 1 ലിറ്റർ പെട്രോൾ കൊണ്ട് ലഭിക്കുന്ന മൈലേജിൽ എത്ര ഷോർട്ട് വരും? 7%-ഓളം ഷോർട്ട് വരും. എഥനോൾ E20 ഫ്യൂവൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 7%-ഓളം മൈലേജ് ഷോർട്ട് വരും. ഈ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് E20 കോമ്പാറ്റിബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു 2023 ഏപ്രിലിന് ശേഷം. അതുകൊണ്ട് തന്നെ 2023 ഏപ്രിലിന് ശേഷം ഇറങ്ങിയിട്ടുള്ള പെട്രോൾ കാറുകളിൽ ഈ മൈലേജിന്റെ കുറവ് വലിയ രീതിയിൽ നമുക്ക് അനുഭവപ്പെടില്ല. അവിടെ ഏകദേശം ഒരു 2 മുതൽ 3% വരെ മാത്രമേ മൈലേജ് കുറയുള്ളൂ. അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിന് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണെന്ന് ഇരിക്കട്ടെ, അതിന് ഏകദേശം നമുക്ക് 1 കിലോമീറ്ററിന്റെ അടുത്ത്, ഏകദേശം ഒരു 1 കിലോമീറ്ററിന്റെ അടുത്ത് വരെ മാത്രമേ E20 കോമ്പാറ്റിബിൾ ആയിട്ടുള്ള പെട്രോൾ വാഹനങ്ങളിൽ മൈലേജ് കുറയുള്ളൂ. പക്ഷേ E10 കോമ്പാറ്റിബിൾ ആയിട്ടുള്ള വാഹനങ്ങളുണ്ടല്ലോ, അതിന്റെ തൊട്ട് മുമ്പുള്ള വാഹനങ്ങൾ, അതായത് 2009 മുതൽ 2022 വരെ ഇറങ്ങിയിട്ടുള്ള വാഹനങ്ങൾ, ഇതിൽ ഏകദേശം 7%-ഓളം തന്നെ നമുക്ക് ഈ മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവും. 7% എന്ന് പറയുമ്പോൾ നമ്മൾ 1 ലിറ്റർ പെട്രോളിന് 20% മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു 2 മുതൽ 3 കിലോമീറ്റർ വരെ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ മൈലേജ് കുറയാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഈ 2 പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതാണ്. അത് E20 പെട്രോളിന്റെ ഒരു സ്വഭാവമായതുകൊണ്ട് അത് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴൊക്കെ പോയിട്ട് 2009 മുന്നുള്ള പെട്രോൾ വാഹനങ്ങൾ ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വാഹനം എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. 2009 മുമ്പുള്ള പെട്രോൾ വാഹനങ്ങളൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് മൈലേജ് അന്നത്തെ പെട്രോൾ വാഹനങ്ങൾക്കേ മൈലേജ് കുറവാണ്. അതിന്റെ പുറമെ E20 ഫ്യൂവലും കൂടെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് പകുതി, അന്ന് കമ്പനി പറഞ്ഞ മൈലേജിന്റെ, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജിന്റെ പകുതി മൈലേജ് ഒക്കെ നമുക്ക് ലഭിക്കുള്ളൂ. അത് കൊണ്ട് നടക്കുക എന്നുള്ളത് പ്രായോഗികമാവില്ല. നല്ല രീതിയിൽ പൈസക്കുള്ള ആളുകൾ ഒരു പോഷായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്, വിന്റേജ് വാഹനമൊക്കെ ആക്കി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് എടുക്കുക ഡെയിലി യൂസിന്. സാധാരണക്കാർ 2009 മുമ്പുള്ള പെട്രോൾ വാഹനങ്ങൾ കിട്ടിയാലും എടുക്കാതിരിക്കുക. 2012 ശേഷമുള്ള പെട്രോൾ വാഹനങ്ങൾ എടുക്കുന്നതായിരിക്കും
നല്ലത്. പറ്റുമെങ്കിൽ 2023 ശേഷമുള്ള പെട്രോൾ വാഹനങ്ങൾ എടുക്കുക. ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, അതിന് പരിഹാരമില്ല, അതങ്ങനെ പോകും. രണ്ടാമത്തെ പ്രശ്നം, അത് നമുക്കൊരു പരിധി വരെ തടയാൻ പറ്റും, അതാണ് തുരുമ്പ്. നമ്മുടെ വാഹനത്തിന്റെ ടാങ്ക് കുറേ ഭാഗത്ത് ഇരുമ്പാണല്ലോ ഉള്ളത്. ഈ ഇരുമ്പൊക്കെ തുരുമ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഥനോളിനൊരു സ്വഭാവമുണ്ട്. എഥനോള് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും എഥനോള് ഈർപ്പത്തിനെ വലിച്ചെടുക്കും, അതായത് വെള്ളത്തിനെ വലിച്ചെടുക്കും. നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ ജലാംശം ഉണ്ടല്ലോ, അതിനെ എഥനോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. ഹ്യൂമിഡിറ്റി കുറഞ്ഞ ഏരിയ ഉണ്ടാവുമല്ലോ, ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിന്റെ അളവ്, അത് കുറഞ്ഞ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എഥനോൾ വലിച്ചെടുക്കുന്ന അളവും കുറവായിരിക്കും. പക്ഷെ നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്, അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിന്റെ അംശം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എന്തായിരിക്കും, എഥനോൾ വെച്ച് കഴിഞ്ഞാൽ എഥനോളിന് ഇഷ്ടം പോലെ വെള്ളത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. നമ്മുടെ പെട്രോൾ ടാങ്കിലേക്ക് പെട്രോൾ അടിച്ചു, E20 ഫ്യൂവൽ അടിച്ചു. ഇത് അടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, ഇതിലുള്ള എഥനോള് ഈർപ്പത്തിനെ വലിച്ചെടുക്കാൻ തുടങ്ങും. ഇങ്ങനെ ഈർപ്പത്തിനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിയിലപ്പുറത്തേക്ക് ഈർപ്പം ഇതിൽ വലിച്ചെടുത്തു കഴിഞ്ഞാൽ, ഏകദേശം 10% ഈർപ്പത്തിനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ എഥനോള് E20 പെട്രോളിൽ നിന്ന് എഥനോള് സെപ്പറേറ്റ് ആവും. അതായത് അതുവരെ മിക്സായി കിടന്ന ഈ സാധനം എന്ത് ചെയ്യും, എഥനോള് മാത്രം 10% വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അത് മാറും. അത് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ഡെൻസിറ്റി കൂടുതലാണ്, അത് സാന്ദ്രത കൂടുതലായതുകൊണ്ട് ഈ ടാങ്കിന്റെ ഉള്ളിൽ എഥനോളും വെള്ളവും ചേർന്നിട്ടുള്ള മിക്സ്ചർ പെട്രോൾ ടാങ്കിന്റെ താഴെ പോയിരിക്കും, പെട്രോൾ മുകളിലോ. അപ്പം നമ്മൾ രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. വണ്ടി സ്റ്റാർട്ടാക്കുമ്പം ഫ്യൂവൽ പമ്പിന്റെ സെക്ഷൻ അടിയിലല്ല ഉണ്ടാവുക, നേരെ താഴെ ടാങ്കിന്റെ ഏറ്റവും താഴത്താണല്ലോ സെക്ഷൻ പൈപ്പ് ഉണ്ടാവുക, ഈ സെക്ഷൻ ഇൻലെറ്റ് പോർട്ട് ഉണ്ടാവുക. അപ്പോൾ അതിലൂടെ നേരെ അടിയിലുള്ള പെട്രോളിനെയാണ് വലിച്ചെടുക്കുക. പക്ഷേ അടിയിൽ ഏത് പെട്രോൾ ആയിരിക്കും ഉണ്ടാവുക, എഥനോളും 10% വെള്ളവും കലർന്നിട്ടുള്ള ഈ മിക്സറായിട്ട് ഉണ്ടാവുക. അത് നേരെ വലിച്ചെടുക്കും. അത് വലിച്ചെടുക്കുന്ന സമയത്ത് ഇത് നേരെ നമ്മുടെ ഇഞ്ചക്ടറിലേക്ക് പോകും. ഫ്യൂവൽ പമ്പിന്റെ ഉള്ളിൽ കൂടെ നേരെ ഇഞ്ചക്ടറിലേക്കും സിലിണ്ടറിലേക്കൊക്കെ അല്ലേ പോണത്. ഈ ഭാഗത്തൊക്കെ ഇരുമ്പല്ലേ ഉള്ളത്. അപ്പോൾ തുടർച്ചയായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, തുടർച്ചയായിട്ട് ഈ ഈർപ്പതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ആ ഭാഗത്ത് തുരുമ്പ് വരും. അങ്ങനെ തുടർച്ചയായിട്ട് ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് 1, 2, 3 വർഷത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഈർപ്പത്തിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ തുരുമ്പ് വരാനുള്ള സാധ്യത ഉണ്ട്, തുരുമ്പ് വരും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അതുപോലെ തന്നെ ടാങ്കിന്റെ അടിയിൽ എപ്പോഴും ഇതിങ്ങനെ കെട്ടിക്കിടക്കല്ലേ, അതുകൊണ്ട് ടാങ്ക് ഇരുമ്പിന്റെ ടാങ്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, അതും തുരുമ്പ് പിടിക്കും. ഇനി ഇരുമ്പല്ല, അടുത്തൊരു കണ്ടീഷൻ വരുന്നത്, എഥനോളിന്റെ വേറൊരു പ്രത്യേകത, റബ്ബർ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഹോസ് പെട്രോൾ പൈപ്പുകളൊക്കെ ഉണ്ടാവുക, അത് റബ്ബറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുക. ഈ സാധനങ്ങളും എന്ത് ചെയ്യും, ഇത് സോഫ്റ്റ് ആയിട്ടുള്ള സാധനമല്ലേ, ഹോസൊക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ, നമുക്ക് ഒടിക്കാനും വളയ്ക്കാനൊക്കെ പറ്റും, പൊട്ടൊന്നുമില്ല. ഈ ഒരു സാധനത്തിലൂടെ എഥനോൾ കുറെ നേരം പോയി കഴിഞ്ഞാൽ ഇതിന്റെ പ്രോപ്പർട്ടി മാറും. അതായത് ഇത് ഹാർഡാവും, ഈ സോഫ്റ്റ്നെസ് പോയിട്ട് ഇത് ഹാർഡാവും. അങ്ങനെ ഇത് ദ്രവിക്കാൻ തുടങ്ങും. ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ പൊടിഞ്ഞു പോവല്ലേ, ദ്രവിച്ചു പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഹോള് വരും, പെട്രോളൊക്കെ ലീക്കായിട്ട് പോകും, പെട്രോൾ പൈപ്പ് ഓട്ടായിട്ട് പോകും. അതുപോലെ തന്നെ ടാങ്കിന്റെ അടിഭാഗമൊക്കെ എന്ത് ചെയ്യും, ചെറുതായിട്ട് ദ്രവിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ പെട്രോൾ പുറത്തേക്ക് വരും, അത് ഓട്ടായിട്ട് പോകും. ഈ ഒരു പ്രശ്നം വരും. ഇതാണ് E20 പെട്രോൾ അടിക്കുന്ന സമയത്ത് തുരുമ്പ് വരുന്നു എന്ന് പറയുന്ന പ്രശ്നം. ഇത് നമുക്ക് എങ്ങനെ തടയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിത് തടയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമ്മൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് പരമാവധി നമ്മുടെ ഫ്യൂവൽ ടാങ്ക് ഫുള്ളായിട്ട് വെക്കുക. ടാങ്ക് നിറയെ പെട്രോൾ അടിക്കുക, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് വെക്കുക. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാവില്ലല്ലോ, ടാങ്കിന്റെ ഉള്ളിൽ ഒഴിഞ്ഞ സ്ഥലത്തിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പം പെട്ടെന്ന് പെട്രോൾ കുറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക, ഫുൾ ടാങ്ക് ആക്കി വെക്കുക. അതുകൊണ്ട് തന്നെ അതിൽ ഈർപ്പം കടന്നു കൂടാനുള്ള ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് എഥനോളിന് ഈർപ്പത്തിനെ വലിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. അതാണ് ഇതിന് നമുക്ക് ഒന്നാമതായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യം. പിന്നെ സ്പെഷ്യൽ അഡിറ്റീവ്സ് ഉള്ള ഓരോ കമ്പനികളൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്രോൾ പമ്പിലൊക്കെ ചില പമ്പുകളിലൊക്കെ ഉണ്ടായിരിക്കാം. E20 ഫ്യൂവൽ അടിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഈ തുരുമ്പ് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ചേർക്കുന്ന അഡിറ്റീവ്സ് അതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും വാങ്ങിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ പ്രായോഗികമല്ല. ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റിയത് ടാങ്ക് എപ്പോഴും എന്ത് ചെയ്യുക, ഫുൾ ടാങ്ക് ആയിട്ട് സൂക്ഷിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു മാർഗം ഇതിനെ തടയാനായിട്ട്. പിന്നെ രണ്ടാമതൊരു മാർഗം, ഈ ഹോസ്, വയറ്,
സീല്, ഇതൊക്കെയാണല്ലോ പ്രശ്നങ്ങൾ. ഈ റബ്ബറിന്റെ ഭാഗങ്ങളും സീലും ഇതൊക്കെ വരുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഇപ്പൊ ഈ 2023 ഏപ്രിലിന് ശേഷം ഇറങ്ങിയ വാഹനങ്ങളിൽ E20 കോമ്പാറ്റിബിൾ ആണ്. അതായത് അതൊന്നും എഥനോളിൽ ഇട്ട് കഴിഞ്ഞാൽ ദ്രവിച്ചു പോകുന്ന സാധനങ്ങളല്ല. എഥനോളിനെ ഈ പ്രതിരോധിക്കാൻ കഴിവുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, E20 കോമ്പാറ്റിബിൾ ആയിട്ടുള്ള മെറ്റീരിയലിലേക്ക് മാറ്റുക. അതിന് E20 കിറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പം മാരുതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് മാരുതി സുസുക്കി E20 കിറ്റ് പെട്രോൾ വണ്ടിക്ക് വേണ്ടിയിട്ട് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 4000 മുതൽ 6000 രൂപ വരെയൊക്കെ വരുന്നത് പറഞ്ഞ ഓരോ മോഡലിനനുസരിച്ച്. ആ കിറ്റ് വാങ്ങിയിട്ട് നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റുക. എന്നാൽ പിന്നെ ഈ ഒരു പേടി, നമുക്ക് തുരുമ്പെടുത്തിട്ട് പെട്രോൾ ലീക്കായി പോകുന്ന പ്രശ്നം, പെട്രോൾ ലീക്കായി കഴിഞ്ഞാൽ പിന്നെ വേറെ പല പല പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ നമുക്ക് തടയാൻ പറ്റും. അതാണ് E20 ഫ്യൂൽ ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇനി ഇത് തടയാനുള്ള വേറൊരു മാർഗമുണ്ട്. നിങ്ങളുടെ അടുത്ത് വളരെ എക്സ്ട്രാ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒക്ടേൻ നമ്പർ കൂടിയിട്ടുള്ള പെട്രോൾ അടിക്കാൻ പറ്റും. ഇന്ത്യൻ ഓയിലിൻ്റെതും SP-ൻ്റെതൊക്കെ ഉണ്ട്. SP പവർ 100 എന്നൊക്കെ പറഞ്ഞ പെട്രോൾ അല്ലേ, അതൊക്കെ 100% പെട്രോൾ തന്നെയാണ്. ആ പെട്രോൾ ഉപയോഗിക്കാം. പക്ഷെ അതിന് ലിറ്ററിന് ഇതിന്റെ എത്രയോ ഏറെ വില വരും. അതുകൊണ്ട് അത് പ്രായോഗികമല്ല. ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ കൂടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, 2009 പുറകിലുള്ള പെട്രോൾ വാഹനങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിലൊക്കെ എഥനോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് E20 ഫ്യൂൽ അടിച്ചു കഴിഞ്ഞാൽ പണി തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പരമാവധി അത് ഒഴിവാക്കുക. ഇനി ഈ E20 ഫ്യൂൽ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തൊക്കെ കുറച്ച് മെച്ചങ്ങളുണ്ട്. നമുക്ക് നെഗറ്റീവ് പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവും ഉണ്ട്. എന്തൊക്കെയാണ് അതിന്റെ പോസിറ്റീവ് എന്ന് നോക്കാം. E20 ഫ്യൂൽ ഉപയോഗിക്കുന്ന സമയത്ത് എഞ്ചിനിൽ നോക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. എയർ ഫ്യൂൽ മിക്സ്ചർ കൃത്യമായ സമയമാവുന്നതിന്റെ മുന്നേ തന്നെ കത്തുക, അല്ലെങ്കിൽ അൺഈവൻ ആയിട്ട് കത്തുക. ഇതിനൊക്കെയാണ് നമ്മൾ നോക്കിംഗ് എന്ന് പറയാം. ഇതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്തല്ലാതെ ഈ ഒരു കത്തൽ വരുന്നത് എഞ്ചിന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എഞ്ചിന്റെ ഭാഗങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, അത് ഡാമേജ് ഉണ്ടാക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒക്ടേൻ നമ്പർ കുറഞ്ഞ ഫ്യൂവൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ പെട്രോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്രോളിന്റെ ഒക്ടേൻ നമ്പർ എന്ന് പറഞ്ഞാൽ 84.4 ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒക്ടേൻ നമ്പർ കൂടിയിട്ടുള്ള ഫ്യൂവൽ ഉപയോഗിക്കുക. 91, 92, 93, 95 അങ്ങനെ മുകളിലേക്ക് 90ന്റെ മുകളിലേക്കുള്ള ഫ്യൂവൽ ഉപയോഗിക്കുക. അപ്പം ഈ നോക്കിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അവിടെയാണ് എഥനോളിന്റെ ഒരു ഗുണം വരുന്നത്. ഈ എഥനോൾ ഉപയോഗിക്കുന്ന സമയത്ത് എഥനോളിന്റെ ഒക്ടേൻ നമ്പർ കൂടുതലാണ്, 100ന്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, പെട്രോളിന്റെ ഒക്ടേൻ നമ്പർ 84.4 ആണ് നമ്മൾ പറഞ്ഞത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ E20 ഫ്യൂവലിന്റെ ഒക്ടേൻ നമ്പർ ഏകദേശം ഒരു 95-ലെത്തും. അതുകൊണ്ട് തന്നെ എഞ്ചിൻ നോക്കിംഗ് എന്ന് പറഞ്ഞ പ്രശ്നം അവിടെ ഉണ്ടാവില്ല. പെർഫോമൻസ് കൂടുകയും ചെയ്യും. അത് E20 ഫ്യൂവലിന്റെ ഒരു ഗുണമേന്മയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഗുണമേന്മ, എഥനോൾ വേപ്പറൈസ് ചെയ്യാൻ, അതായത് ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് മാറാൻ കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനിൽ ഓവറായിട്ടുണ്ടാകുന്ന ഹീറ്റ് എന്ത് ചെയ്യും, ഈ എഥനോള് വലിച്ചെടുക്കും. എഥനോള് ദ്രാവകത്തുനിന്ന് വാതകാവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ട് എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നത് ഒരു പരിധി വരെ നമുക്ക് E20 ഫ്യൂവൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതുകൊണ്ടുള്ളൊരു വേറെ പ്രശ്നം എന്താ വെച്ചാൽ, തണുത്ത പ്രദേശത്തൊക്കെ ഈ E20 ഫ്യൂവൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടെടുക്കും, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ പഴയ പെട്രോൾ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അവിടെയും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്, അതാണ് ഹോണ്ട. ഹോണ്ടയുടെ പെട്രോൾ വാഹനങ്ങൾ ഏകദേശം 2009 ശേഷം അവർ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ള പെട്രോൾ വാഹനങ്ങളെല്ലാം E20 കോമ്പാറ്റിബിൾ ആണെന്ന് ഹോണ്ട പറഞ്ഞിട്ടുണ്ട്. അതായത് ഹോണ്ടയുടെ 2009 ശേഷം വന്നിട്ടുള്ള എല്ലാ പെട്രോൾ വാഹനങ്ങൾക്കും എഥനോൾ കലർത്തിയിട്ടുള്ള 20% എഥനോൾ കലർത്തിയിട്ടുള്ള ഫ്യൂവൽ അടിച്ചു കഴിഞ്ഞാലും യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവിടെ എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ ECM അതിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഈ E20 ഫ്യൂവൽ എന്തായാലും ഇന്ത്യക്കാർ ഇനി E20 ഫ്യൂവൽ അടിച്ചേ മതിയാവും. കാരണം E20 ഫ്യൂവലിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസ് കൊടുത്ത വിഭാഗത്തിന് E20 ഫ്യൂവലിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സുപ്രീം കോടതിയുടെ മുന്നിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവർ അവതരിപ്പിച്ചത് ക്ലിയർ ആയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധി ഉറപ്പെടുവിച്ചിട്ടുണ്ട്. E20 ഫ്യൂവൽ ഇന്ത്യയിൽ ഉപയോഗിക്കാം, അതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, E20 എഞ്ചിന് വലിയ ദോഷങ്ങളൊന്നും വരുത്തുന്നില്ല എന്നുള്ള രീതിയിൽ വിധി വന്നിട്ടുണ്ട്. നമുക്കത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് പഴി ചാരിയത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പരമാവധി കേടുപാടുകൾ കൂടാത്ത രീതിയിലേക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കുക. വളരെ പഴയ പെട്രോൾ വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ E20 ഫ്യൂവൽ അടിക്കുന്ന സമയത്ത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ നേരിടാൻ തയ്യാറാവുക. അല്ലെങ്കിൽ ആ വാഹനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കിറ്റുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് E20 കോമ്പാറ്റിബിൾ ആക്കുക. ഒരു പറ്റുന്ന രീതിയിൽ E20 കോമ്പാറ്റിബിൾ ആക്കുക.
അതേ നമുക്ക് ചെയ്യാനുള്ളൂ.